Monday morning, starting of the week. രാവിലെ തന്നെ എനിക്ക് ഓഫീസിൽ പോവാൻ ഡേ പോയിന്റ് ഓഫ് വ്യൂ, ഡേ ഇൻ എ ലൈഫ് പോയിന്റ് ഓഫ് വ്യൂ. അവിടെ ഷർട്ടൊക്കെ തയ്ക്കുന്നുണ്ട് ഓഫീസിൽ പോവാൻ. മൺഡേ മോർണിംഗിൽ ഓഫീസിൽ പോവാൻ തയ്യാറെടുപ്പ്. രാവിലെ എനിക്ക് കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് ബ്ലോക്കൊക്കെ കണ്ട്, അവിടെ ബ്ലോക്കുണ്ട്. ഇതാണ് റൂമിൽ നിന്നുള്ള വ്യൂ. നേരെ ഫ്രഷായി ഓഫീസിൽ പോണു, ഓഫീസിൽ നിന്ന് പണിയെടുക്കണു. അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും കളിക്കാൻ പോവും, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ പോവും. എന്നിട്ട് നമ്മളൊന്ന് ട്രേഡിങ് ഡെസ്കിൽ ഇരിക്കും, ട്രേഡ് ചെയ്യും, പഠിക്കും. അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഡേ ഇൻ എ ലൈഫ് വ്ളോഗ്. ഡേ ഇൻ എ ലൈഫ് വ്ളോഗ് കേട്ടാ. തേച്ച് ആ ഷർട്ട് ഉണക്കും. എന്താ അപ്പൊ എല്ലാരും റെഡി റെഡി എല്ലാരും റെഡി എല്ലാരും റെഡി. ഓഫീസിലേക്ക് പോവാം. കുഴപ്പമില്ല, അതേതായാലും പോകുന്ന വഴികളല്ലേ ഓഫീസിൽ കൊണ്ടുവരില്ലല്ലോ. അവിടെ വേറെ ആളിപ്പില്ല, ആളെ ആദ്യം എടുത്ത് കളയണം. അപ്പൊ ഓഫീസിൽ പോവാൻ റെഡി റെഡി. ഇനി ഓഫീസിൽ എത്തിയിട്ട് കാണാം. ചായ എടുത്തോ? എന്റെ കോപ്പി അതിന്റെ കൊടുത്തിട്ട് എണ്ണ വാങ്ങിച്ച അതോടെ എടുത്തു. കുടിക്കാൻ പറ്റുന്നില്ല. അതൊന്നും കിട്ടുമോ? അങ്ങ് എടുക്കുവോ? എനിക്ക് ഞാൻ പറ്റുന്നില്ല. അപ്പോൾ ഓഫീസിലെത്തിയിട്ട് ഓഫീസിൽ നിന്ന് ഒരു കൂട്ടം പണിയുണ്ട്. അപ്പോൾ ഓഫീസ് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. വാട്ട്സ്ആപ്പ് ഗായ്സ്, തിരിച്ച് ഓഫീസിൽ നിന്ന് റൂമിലെത്തി. ഇനി ഓഫീസിൽ നിന്ന് നേരം ഞങ്ങളുടെ ഷോപ്പിങ്ങിന് പോയി. മുട്ട, പച്ചക്കറി. നമ്മൾ നേരെ ജിമ്മിൽ പോകണം. ജിമ്മിൽ പോയി മസിൽ ഉരുട്ടണം. മസിൽ ഉരുട്ടിയിട്ട് കുറച്ച് നേരം ട്രേഡ് ചെയ്യാതിരിക്കണം. ട്രേഡ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയൊന്നും ഇല്ല, കിടന്നുറങ്ങണം. കുറച്ച് നേരം പഠിച്ചിട്ട് നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടും ക്രിയേറ്റിൻ കഴിക്കുക. പോകുന്നതിന് മുന്നേ ഒരു സ്കൂപ്പ് എനിക്ക്, ഒരു സ്കൂപ്പ് കുപ്പൂന്. ഏതാ ലോക്കൽ സാധനാ ഇതടിച്ചു കഴിഞ്ഞാൽ പറക്കും. ആരേലും പറക്കും. മുട്ടയുണ്ട്, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പിന്നെന്താ ക്രിയാറ്റിനുണ്ട്. ഇത് മാത്രം മതി എന്നാണ് ആൾക്കാർ പറയുന്നത്. മാത്രം അടിച്ചു കഴിഞ്ഞാൽ കിഡ്നി കുടി കുടി. നെക്സ്റ്റ് അപ്പ് Bonjour.
എന്താ നീ വാരി തിന്നണ്ട ഇതിൽ പകുതി ആയില്ലപ്പോ തന്നെ മസിൽസ് കാണുന്നില്ലേ ഇതൊക്കെ അതിന്റെ ഭാഗമായി ഡെവലപ്പ് ആയിട്ടുള്ളതാണ്. ഇനി ജിമ്മില് ഇനി സ്ക്രിപ്റ്റ് വേറെ കേട്ടോ. റെക്കോർഡിംഗ് ആണോ? ഞാൻ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയപ്പോഴേ എൻ്റെ ഒരു അനുജക്കം പറഞ്ഞു റോ ആയിട്ടില്ല. അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞേ. നന്നാവണല്ല സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിട്ട് പെർഫെക്ഷന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാവില്ല. സ്റ്റാർട്ടിങ് റോ ചെയ്ത് നോക്ക്. അതിനുശേഷം നമുക്ക് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസിലേക്ക് നമുക്ക് പോകാം. എന്നാ പിന്നെ റോ എടുക്കാന്ന് വെച്ചു. ജീസാ നിനക്ക് വേണ്ടിട്ടാ. നമുക്കൊരു ബൂം ബാങ്കിന്റെ ലെവലിലേക്ക് എത്തണം. അതിന് നീ 2 ആഴ്ച കഴിഞ്ഞല്ല 2 മാസം കഴിഞ്ഞ് പോകുന്നല്ലേ പറയണേ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടാ ബൈസിനടിച്ച. പക്ഷെ ബൈസിനും കട്ടയൊന്നും കാണാനില്ല. ആദ്യത്തെ ദിവസം കട്ടൊന്നും കാണാൻ പറ്റൂല. ഒരാഴ്ച കഴിയുമ്പോൾ കട്ടകൾ വരും. ഒരാഴ്ച ആവട്ടെ. വെയിറ്റിംഗ് ഫോർ ദ ലെഫ്റ്റ്. വി ആർ ബാക്ക്. തിരിച്ച് പിന്നെയും റൂമിലെത്തി. ഫോറാംസിനും ബൈസിനും കയറി അടിച്ച്. ഇതും തമ്മിലുള്ള വ്യത്യാസം The difference between two cameras is entirely different between companies and companies. കംപ്ലീറ്റ് ചെയ്യണ്ടേ? ഒറ്റയ്ക്കിരുന്ന് തിന്നണണ്ടാ ഉണ്ടാ. അവനവനുള്ള പോഷകം അവനവൻ നേടുക, അവനവനുള്ള പ്രോട്ടീൻ അവനവൻ നേടുക. നീ ഉണ്ടാക്കുമ്പോ ചോദിച്ചോ ഒരു ട്രേ മുട്ടക്ക് ചേർന്നോ ഇല്ല. ഒരു ട്രേ മുട്ട വാങ്ങിയിട്ട് 20 മുട്ട തിന്ന് 10 മുട്ട നീ ഞാൻ ഉണ്ടാക്കുമ്പോ കഴിച്ചു അല്ല ചോദിച്ചു വരരുത്. ഇവിടെ 3 പേർക്ക് 3 ട്രേ മുട്ടയില്ലേ? അതെ മുട്ടയുടെ എണ്ണം കൂടുണ്ട്. ലെറ്റ്സ് കുക്ക്. കുക്കിയാണെന്നില്ല, പൊട്ടറ്റയും ഇതൊക്കെ വെള്ളത്തിലിട്ട് പുഴുങ്ങി തിന്നാൻ പോയാ. നീ ഒരു പണി എന്റെ പൊട്ടറ്റ ഇരിപ്പുണ്ടോ അതോടടുത്ത് വേണ്ട ഷെയർ വേണ്ട എനിക്ക്. നിന്റെ ഷെയർ എനിക്ക് വേണ്ട. ഇതുണ്ട് അമേരിക്കൻ ഇതുണ്ട് സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്. ദേശത്ത് വെള്ളത്തിനകത്ത് ഇട്ടാ മതി. മധുരക്കിഴങ്ങല്ലേ? ഫുഡ് റെഡി. ഫുഡ് മുട്ടയുണ്ട്. മുട്ട പിന്നെ കുറച്ചത് പ്രോട്ടീൻ പൗഡറും ഉണ്ട്. അതും കൂടി വെച്ച് കലക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഫുഡ് കംപ്ലീറ്റ്. പ്രത്യേകിച്ച് ഫുഡ് ഡയറ്റൊന്നുമില്ല, കിട്ടുന്ന കാര്യം തിന്നണം. അതാണ് ഡയറ്റ്. അപ്പം അങ്ങനെ ഇനി അടുത്ത പരിപാടി കുളിക്കുക, എന്നിട്ട് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട്
എല്ലാം നാളത്തേക്കുള്ളത് സെറ്റ് ചെയ്യുക, വയ്ക്കുക, ഇരിക്കുക. വാട്ട്സ് അപ്പ് ഗൈസ്. ഒരു അരമണിക്കൂർ ഇതിനെ പറ്റിയൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് മനസ്സിലായത് ഇത് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, വടവർ. സോ നമ്മളിവിടെ ട്രേഡ് അനാലിസിസ് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, വടവർ. സോ ബേസിക്കലി ഞാൻ ട്രേഡ് ചെയ്യണത് ഗോൾഡ്. അയ്യോ ഇത് പോയി. ഫ്ലോട്ട് on top. Okay, so basically ഞാൻ ട്രേഡ് എടുക്കുന്നത് ഗോൾഡ്, GBP USD ആൻഡ് യൂറോ USD ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഈ മൂന്ന് സാധനങ്ങൾ ഒരേ ഡയറക്ഷനിലാണ് മൂവ്മെൻ്റ് ഉള്ളത്. നോട്ട് ഓൾവേസ് ബട്ട് മോസ്റ്റ് ഓഫ് ദി ഡേയ്സ്. ഓക്കെ, പിന്നെ ഞാൻ 5% അക്കൗണ്ട് 5Kയുടെ അക്കൗണ്ടാണ് ഇപ്പോൾ എടുത്തതാണ്. അതിലിപ്പോൾ ഒരു 1% പ്രോഫിറ്റ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. പിന്നെ ഞാൻ യൂഷ്വലി MT5ലാണ് ട്രേഡ് എടുക്കാറുണ്ടായിരുന്നത്. ബേസിക്കലി ഐ എം ഗോയിങ് ടു ടേൺ ദിസ് ഇൻ ടു ട്രേഡിംഗ് റിലേറ്റഡ് ചാനൽ ആൻഡ് ഫൺ. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ റെക്കോർഡിംഗ് അല്ലേ? റെക്കോർഡിംഗ്. ഓക്കെ, സോ ഫോർ ടുഡേയ്സ് അനാലിസിസ് ഇന്ന് ഗോൾഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ $63 മൂവ്മെൻറ്റ്. ഒരു വണ്ട മൂവ്മെൻ്റ് ആണിത്. ഗോൾഡ് ഈസ് ക്ലൈംബിങ് അപ്പ് ആൻഡ് അപ്പ് ആൻഡ് അപ്പ് ആൻഡ് അപ്പ് ആൻഡ് അപ്പ് അപ്പ് ആൻഡ് അപ്പ് അപ്പൻ്റെ പെണ്ണല്ല. ഓക്കെ, ഐ വാസ് എക്സ്പെക്ടിങ് ദിസ് മൂവ്. ഞാൻ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ടാണ് എക്സ്പെക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബേസിക്കലി മൈ ഐഡിയ ഓഫ് ട്രേഡിങ് ഈസ് ടു എൻ്റർ വെൻ ദ പ്രൈസ് മൂവ്സ് ഫാസ്റ്റ്. ഇവിടെ നിന്ന് ഇത്രയും ഇതുപോലത്തെ ഒരു സഡൻ ജമ്പൊക്കെ കിട്ടുമ്പോൾ അതിൽ കയറി പെട്ടെന്ന് ഇറങ്ങാം. ഞാനൊരു മേ ബി 5 or 10 pips 10 pips ഒന്നും ഇല്ല. ഞാനൊരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 7 pips 8 pips ഒക്കെയാണ് ടാർഗറ്റ് ചെയ്യാറ്. ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇഫ് യു ഹാവ് സം ഐഡിയ അബൌട്ട് ട്രേഡിംഗ് ദെൻ യു ക്യാൻ വാച്ച്, ഓർ എൽസ് ഇറ്റ്സ് ബെറ്റർ യു ഡോണ്ട് വാച്ച്. ഓക്കെ, I don't know if I should make another channel for this. Okay, so basically I was trying to get in this position, but then ഞാൻ എടുത്തില്ല. even if I did, I'll just take ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമേ ഞാൻ എടുക്കുള്ളൂ, ബിക്കോസ് എനിക്കത് മതി. പിന്നെ എൻ്റെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഈസ് എ ബിറ്റ് ഓഫ് എ പ്രോബ്ലം, ബിക്കോസ് എൻ്റെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഈസ് ബിലോ 1. അതായത് ഞാൻ if I'm trying to get this, I'll keep my risk below 1:1. ഇതാണ് എൻ്റെ റിസ്ക് റിവാർഡ്. ഓരോരുത്തർക്കും ഓരോ ഇതാണ്. പക്ഷേ ഇത് വെച്ചിട്ട് I used to get a lot of running trades, like profitable trades, but then ഒരു 10 ട്രേഡ് എടുത്തിട്ട് ഒരു ട്രേഡ് അടിച്ചു പോകുമ്പോൾ ലോസ് വലുതായിരിക്കും. അങ്ങനെ വരുന്നത് അത്ര നല്ലതല്ല എന്നാണ് മൊത്തത്തിൽ പറയണമെങ്കിലും ഐ എം ട്രൈങ് ടു ഫൈൻഡ് എ ന്യൂ സെറ്റപ്പ് ദാറ്റ് വർക്ക്സ് ഫോർ മീ. That's all. Okay, ഇനി GBP USD സെയിം. ഇതിപ്പോൾ സമയം 10:11 Okay, so what I'm doing right now is I'm trying to analyze where the market might get to tomorrow afternoon, after all the manipulation and
everything. Okay, so എന്താ വാഷിംഗ് മെഷീൻ കറിയണ? So let's take 1 hour. നാളത്തേക്ക് what I'm expecting is this. So നാളത്തേക്ക് what I'm expecting is this. What? This expecting is this move right here where the market fill this up. And GBP for GBP USD same. ഈ പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ we might see a pullback and then take out these positions. എവിടേക്ക് പോയാലും എനിക്ക് അറിയണ്ടെന്നല്ല, ലൈക്ക് I don't trade or predict, I just move with the trade. I mean move with the trend or against the trend. ഇനി ഗോൾഡിന് ഒരു ഐഡിയ ഇല്ല. ഗോൾഡ് അങ്ങോട്ട് പോകും, എവിടേക്ക് പോകും ഒന്നും ഒരു ഐഡിയ ഇല്ല. We might be able to see a pullback to this position and then gold might move again to a psychological figure which is 800. നാളെ തന്നെ എന്നല്ല, we might not ഒന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഓൺലി ഇന്നിപ്പോൾ $63 മാറിയത്. ഇനി എത്ര ഡോളേഴ്സ് വേണം? $50 കൂടി കിട്ടി കഴിഞ്ഞാൽ we reach 3800. Okay, we might or we might not, I'm not sure, but then we'll see. നാളെ കുറേ ന്യൂസ് ഉണ്ടോ? ന്യൂസ് ഇല്ല. Tuesday we have FOMC. ന്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഹൗ മച്ച് ന്യൂസ് ക്യാൻ എഫക്ട് ദ പ്രൈസ് എന്നൊക്കെ ഉള്ളത്. I'm basically technical trader. ഞാൻ ന്യൂസ് ട്രേഡ് ചെയ്യാറില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നാളെ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇന്ന് ഞാൻ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല. ടുഡേ മൈ പൊസിഷൻ ഈസ് 0. ആൻഡ് വൺ മോർ തിങ്, സാധാരണ ഞാൻ MT5 ട്രേഡ് എടുക്കൽ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ സി ട്രേഡർ എന്നുള്ള സംഭവത്തിലാണ് ട്രേഡ് എടുക്കുന്നത്. ദിസ് ഈസ് നൈസ്. വലിയ ഇതൊന്നുമല്ല, എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇത് മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ദിസ് ഹാസ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ബട്ട് ഐ എം നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇതിൻ്റെ ഇരുന്നിട്ടില്ല ഇതെങ്ങനെയാണ് നന്നായി യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. യൂസ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ദിസ് ഹാസ് സം അഡ്വാൻറ്റേജസ്. ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ യൂട്യൂബ് വീഡിയോയിൽ കണ്ടത്. അതെങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക അതൊന്നും അറിയില്ല. നോക്കണം, നോക്കിയിട്ട് വല്ല ചെയ്യാം. ഓക്കെ, റൈറ്റ് നൗ അയ്യോ വേണ്ട. Okay, right now I'm trading in 5%. 5%. If I get account live, I'm almost up 1.5%. Okay. That's it for today's analysis. നാളെ അതൊക്കെ എന്താവുന്നുള്ളത് കണ്ടറിയാം. Okay, we'll see you tomorrow. Bye-bye.